ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നലെ നമ്മൾ SCERT 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് അതിൻ്റെ കുറച്ച് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പരിശീലന ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? ആൻസർ നായ. ആദ്യകാല കാർഷിക ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കമ്പ്, കല്ല്, എല്ല്, കൊമ്പ്. ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് എല്ലാം, അതായത് കമ്പ്, കല്ല്, എല്ല്, കൊമ്പ് എന്നിവയെല്ലാം തന്നെ ആദ്യകാല കാർഷിക ഉപകരണങ്ങളിൽ പെടുന്നവയാണ്. അപ്പൊ ആൻസർ ഏതാണ്? എല്ലാം. അടുത്തത്, നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ധനവിനിമയ സമ്പ്രദായം, ബാർട്ടർ സമ്പ്രദായം, സംഗമ സമ്പ്രദായം, ധ്രുവീകരണ സമ്പ്രദായം. ഏതായിരുന്നു? നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിക്ക് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, അവകാശവാദം. കൃഷി ആരംഭിച്ചതോടെ ആദിമ മനുഷ്യർക്ക് അധികമായി ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. റീസൺ, കൃഷി പുരോഗതി പ്രാപിച്ചതോടെ ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭിച്ചു. ഇതിൽ ഓപ്ഷൻ എ ശരിയാണ്, ആർ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം വായിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്, കൃഷി ആരംഭിച്ചതോടെ ആദിമ മനുഷ്യർക്ക് അധികമായി ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. അത് ശരിയാണ്. ഇനി, കൃഷി പുരോഗതി പ്രാപിച്ചതോടെ ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭിച്ചു. അതും ശരിയാണ്. എന്നാൽ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണോ? അതുമാണ്. അപ്പോ എ ശരിയാണ്, ആർ ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണം ആണ്. ഇന്നലെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, കറുത്ത പൊന്ന് എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾക്ക് ഏറെ പ്രിയപ്പെട്ട സുഗന്ധ വ്യഞ്ജനം ഏതാണ്? ഇഞ്ചി, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട. ഏതാണ്? കുരുമുളക്. എങ്കിൽ ഞാൻ നിങ്ങളോട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കമന്റ് ചെയ്താൽ മതി. നമ്മുടെ കുരുമുളകിന്റെ എരിവിന് കാരണമായിട്ടുള്ള വസ്തു എന്താണ്? കുരുമുളകിന്റെ എരിവിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ എരിവ് നൽകുന്ന ഘടകം എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേക്കാവോ? താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ജന്മദേശം മെക്സിക്കോ, ഉഷ്ണമേഖലയുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത്. ഓപ്ഷൻ എ ആപ്പിൾ, ഓപ്ഷൻ ബി ഓറഞ്ച്, ഓപ്ഷൻ സി പേരയ്ക്ക, ഓപ്ഷൻ ഡി കശുവണ്ടി. ഏതാണ്? ജന്മദേശം മെക്സിക്കോയാണ്, ഉഷ്ണമേഖലയുടെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. ആൻസർ പേരയ്ക്ക. എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ച നേതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, വക്കം അബ്ദുൽ ഖാദർ. ആരാ? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ 16. ഭക്ഷണം ശേഖരിക്കുന്നതിനും വേട്ടയാടുന്നതിനും അപ്പുറം മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ ആദിമ മനുഷ്യരെ നിർബന്ധിതരാക്കിയ സാഹചര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാണ്? തണുപ്പകറ്റാനുള്ള ആവശ്യമാണോ? ജനസംഖ്യയിലെ വർധനവും ഭക്ഷ്യലഭ്യതയുടെ കുറവുമാണോ? ഗുഹകളിലെ ഇരുട്ടകറ്റാനുള്ള ആവശ്യമാണോ? അത് ഓപ്ഷൻ ബി വേട്ടയാടൽ പ്രവർത്തനങ്ങളുടെ വർധനവാണോ? ഭക്ഷണം ശേഖരിക്കാനും വേട്ടയാടുന്നതിനും അപ്പുറം മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ ആദിമ മനുഷ്യനെ നിർബന്ധിതരാക്കിയ സാഹചര്യം. ആൻസർ ഏതാ? ജനസംഖ്യയിലെ വർധനവും ഭക്ഷ്യലഭ്യതയുടെ കുറവും. ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വിടുവാണ് കേട്ടോ, കാരണം അത് നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗട്ട് അടിക്കും. ഞാൻ ഈ ഫോണിൽ കൂടി പറയുന്ന സമയത്ത് അത് ചാപ്റ്റർ കേട്ട് നോക്കിയാൽ മതിയാവും, മനസ്സിലാവും. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. ശരിയാണോ? ശരിയാണ്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം.
അത് ശരിയാണോ? അതും ശരിയാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലുണ്ട്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അല്ലെ? ഭക്ഷ്യസുരക്ഷാ നിയമം പറഞ്ഞപ്പം പറഞ്ഞത് പൊതുവിതരണ സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം തെറ്റായത് ഏതാണ്? 3 മാത്രം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? 2023. താഴെ തന്നിരിക്കുന്നവയിൽ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാ? അരി, റാഗി, ജോവർ, ബാർലി. BCD. റാഗി, ജോവർ, ബാർലി ഇതെല്ലാം തന്നെ ചെറുധാന്യങ്ങളാണ്. ഉൾപ്പെടാത്തത് അരി. പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകൾ എന്നറിയപ്പെടുകയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളതുമായ ധാന്യങ്ങൾ ഏതാണ്? ഗോതമ്പാണോ, ചെറുധാന്യങ്ങളാണോ, കിഴങ്ങ് വർഗ്ഗങ്ങളാണോ, സുഗന്ധവ്യഞ്ജനങ്ങളാണോ? ചെറുധാന്യങ്ങൾ. കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ട് മനുഷ്യർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം? കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു. ശരിയാണ്. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ശരിയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. ശരിയാണ്. കൂടുതൽ വിശ്രമ സമയം കിട്ടി. ശരിയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ശരിയാണ്. അപ്പൊ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന സമയത്ത് ആ ടെക്സ്റ്റിലുള്ള ഓരോ പോയിന്റും ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം അതിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ്. ക്ലാസ് കേട്ട് നോക്കിയാൽ മതിയാവും, നിങ്ങൾക്ക് അത് മനസ്സിലാവും. കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ പറയാം. ആദ്യകാല മനുഷ്യർ പ്രധാനമായും ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഉപയോഗിച്ചിരുന്നത്? ഏതാണ്? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ. തീ ഉപയോഗിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ആദ്യകാല മനുഷ്യർ എന്താണ് കഴിച്ചത്? എന്തായിരുന്നു? അസംസ്കൃത ഭക്ഷണം. മനുഷ്യന്റെ ഭക്ഷണ രീതിയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ല് എന്താണ്? പാചകത്തിന് തീ ഉപയോഗിക്കുന്നത്. ആദ്യകാല മനുഷ്യർ തീ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തു ഏതാണ്? ഉണങ്ങിയ മരവും പാറകളും. തീ ഉൽപ്പാദിപ്പിക്കാൻ ആദ്യകാല മനുഷ്യർ ഏത് രീതിയാണ് ഉപയോഗിച്ചിരുന്നത്? ഉണങ്ങിയ മരങ്ങൾ പാറകളിൽ ഉരസുകയോ കല്ലുകൾ ഉരസുകയോ ചെയ്താണ് ആദ്യകാലങ്ങളിൽ തീ ഉണ്ടാക്കിയിരുന്നത്. ആഹാരം ലഭിക്കുന്നതിന് മറ്റു വഴികൾ കണ്ടെത്താൻ ആദിമ മനുഷ്യരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിന്റെ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, പാരിസ്ഥിതിക മാറ്റങ്ങൾ. ഇവയെല്ലാം തന്നെ ആഹാരം ലഭിക്കുന്നതിന് മറ്റു വഴികൾ കണ്ടെത്താൻ ആദിമ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് കേട്ടോ. കൃഷിയുടെ വ്യാപനത്തോടെ മനുഷ്യ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കൂടുതൽ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. കൃഷിയുടെ വ്യാപനത്തോടെ മനുഷ്യ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി കൂടുതൽ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ആദ്യകാല മനുഷ്യർ പ്രാഥമികമായി കൃഷി ആരംഭിച്ചത് എവിടെയാണ്? നദീതീരങ്ങളിൽ. മനുഷ്യൻ ആദ്യമായി വളർത്തിയ മൃഗം ഏതാണ്? ഇണക്കി വളർത്തിയത് നായയാണ്. ആദിമ മനുഷ്യരെ ഭക്ഷണം ലഭിക്കാൻ മറ്റു വഴികൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഭക്ഷണ ദൗർലഭ്യം, ജനസംഖ്യാ വർധനവ്, പാരിസ്ഥിതിക മാറ്റങ്ങൾ. മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. ആദിമ മനുഷ്യർ നായ്ക്കളെ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്? നിരീക്ഷണവും വേട്ടയാടലുമായിരുന്നു നായകളുടെ ജോലി എന്ന് പറയുന്നത്. ആദ്യകാല മനുഷ്യർ ഏതൊക്കെ വിളവുകളാണ് ആദ്യം കൃഷി ചെയ്തത്? ഗോതമ്പ്, ബാർലി, ചെറിയ തിന, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാല മനുഷ്യർ കൃഷി ചെയ്തിരുന്നത്. ഇനി മിശ്രഭോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ആദിമ മനുഷ്യർ അധിക ഭക്ഷണം പിന്നീടുള്ള ഉപയോഗത്തിനായി മാത്രമായിരുന്നോ സൂക്ഷിച്ചിരുന്നത്? അല്ല. പിന്നെയോ? അത് അവർ മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. തീരപ്രദേശങ്ങളിലെ ആളുകൾ മറ്റുള്ളവരുമായി എന്താണ് കൈമാറ്റം ചെയ്തത്? തീരപ്രദേശങ്ങളിലെ ആളുകൾ ഉണക്കമീനും ഉപ്പും. ചാപ്റ്ററിനകത്തുള്ള പോയിന്റ് ആണ് കേട്ടോ. ചാപ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലാവും. വനപ്രദേശങ്ങളിലെ ആളുകൾ മറ്റുള്ളവരുമായി എന്താണ് കൈമാറ്റം ചെയ്തത്? വനവിഭവങ്ങൾ. സമതലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ മറ്റുള്ളവരുമായി എന്താണ് കൈമാറ്റം ചെയ്തത്? സമതലങ്ങളിൽ താമസിക്കുന്നവർ കാർഷിക ഉൽപ്പന്നങ്ങളാണ് കൈമാറ്റം ചെയ്തത്. കേരളത്തിലെ ആദ്യകാല ആളുകൾ
ഭക്ഷണം ശേഖരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെല്ലാം വസ്തുക്കളും മാർഗങ്ങളും ഉപയോഗിച്ചിരിക്കാം? മൺപാത്രങ്ങളും മൃഗങ്ങളുടെ തോലുകൾ, കൊട്ടകൾ തുടങ്ങിയവ ഉപയോഗിച്ചിരിക്കാം. മിശ്രഭോജനം ആരംഭിച്ചത് എവിടെ, എപ്പോൾ? എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചെറായിലാണ് മിശ്രഭോജനം ആരംഭിച്ചത്. എന്നായിരുന്നു? 1917 മെയ് മാസം 29. കേരളത്തിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സാമൂഹിക അസമത്വത്തിന്റെ പ്രാഥമിക കാരണം എന്തായിരുന്നു? ജാതി വ്യവസ്ഥയായിരുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ജാതി വിവേചനം ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിയമപരമായി അനുവദനീയമാണോ? ആണോ? അല്ല. അവ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ചില കാരണങ്ങൾ ഉണ്ട്. എന്തെല്ലാമാണ് ആ കാരണങ്ങൾ? ഇത് ടെക്സ്റ്റിനകത്ത് പറയുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ എന്നിവയെല്ലാം ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ ക്ഷാമത്തിന്റെ ഒരു സാധാരണ ഉദാഹരണമായി ഏത് സംഭവത്തെയാണ് ഉദ്ധരിച്ചിരിക്കുന്നത്? ഏതാണ്? 1943 ബംഗാളിലെ ക്ഷാമം. എന്നായിരുന്നു ബംഗാളിലെ ക്ഷാമം? 1943 കേട്ടോ. ക്ഷാമം ബാധിച്ച ബംഗാൾ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? കൃഷിയായിരുന്നു. 1943 ബംഗാളിലെ ക്ഷാമകാലത്ത് ഭക്ഷ്യ പ്രതിസന്ധിക്ക് കാരണമായ പ്രകൃതി ദുരന്തം എന്തായിരുന്നു? ബംഗാൾ തീരത്ത് ശക്തമായ കൊടുങ്കാറ്റ് വീശിയതാണ് കാരണം കേട്ടോ. ഇന്ത്യയിൽ 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? എല്ലാവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എന്നായിരുന്നു ഭക്ഷ്യ സുരക്ഷാ നിയമം? 2013. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിന്റെയും നമ്മൾ കുറച്ച് പരിശീലന ചോദ്യങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.